ചെറുപ്പത്തില് എൻ്റെ വാപ്പി അത്യാവശ്യം ജോറായിട്ട് തന്നെ വരക്കുമായിരുന്നു. അന്ന് വാപ്പിക്കിടാൻ നല്ല ഉടുപ്പുകളൊന്നും ഇല്ലെങ്കിലും വാപ്പി വരക്കുന്ന പടങ്ങളിലെ ആളുകൾക്ക് നല്ല ബർക്കത്തുള്ള ഉടുപ്പുകളായിരുന്നു. ഇവിടെ വാ, നിന്റെ കൊച്ചാപ്പ വന്നിട്ട് ഒന്നും തന്നില്ല എന്ന് വേണ്ട. പാൻറ്റിനുള്ള ഫോറിൻ തുണിയാ, കൊണ്ടുപോയി തുന്നിച്ചിടും. അന്നോട്ട് ആ കടയിൻ്റെ പോകുമ്പോഴൊക്കെ എൻ്റെ പാൻറ്റിൻ്റെ വളർച്ച ഞാൻ പോയി നോക്കുമായിരുന്നു. ബഷീറേ, എന്റെ പാൻറ് റെഡി ആയിട്ടുണ്ട്, തുന്നക്കായിട്ട് വാ. പൈസ നീ കിട്ടുമ്പോ തന്നാ മതി, എൻ്റെ പാൻറ് നീ കൊണ്ടുപോയിക്കോന്ന് ആ കടക്കാരൻ പറയണേന്ന് എന്ന് ഞാൻ തുപ്പാ ചെയ്യുമായിരുന്നു. പക്ഷെ എൻ്റെ ബേജാറ് കണ്ടിട്ടാവും ഉറങ്ങിക്കിടന്ന് ഉപ്പാന്റെ പോക്കറ്റിൽ നിന്ന് ഉമ്മ കാശെടുത്ത് തന്നു. ഈ വലുതായത് എന്റെ കൂട്ടാണാ? തയ്യക്കാരന്റെ അളവ് തെറ്റിയതാണോ അല്ലെങ്കിൽ ഒരു പറഞ്ഞ പോലെ ഞാൻ വലുതായതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അന്നൊന്ന് ഞാൻ തീരുമാനിച്ചു, ഞാൻ വരക്കുന്ന പോലത്തെ ഉടുപ്പുകൾ എനിക്ക് ഉണ്ടാക്കുകയും വേണം, എനിക്കത് ഇടുകയും വേണം. അതിന് ഞാൻ തയ്യൽ പഠിക്കണം. തയ്യലൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ എൻ്റെ ഉപ്പ ബോംബെയിൽ ഒരു കമ്പനിയിൽ എനിക്ക് ജോലി തരാക്കി. ബോംബെയില് മുന്തിയ ഫാഷനൊക്കെ ഉള്ള സ്ഥലമല്ലേ, കൂടുതൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാമെന്ന് കരുതി അന്ന് തന്നെ വണ്ടി കയറി. ഞാൻ പോയ തക്കത്തിന് ഉപ്പ ഉമ്മയും എൻ്റെ 3 പെങ്ങന്മാരെയും വിട്ടിട്ട് വേറെ പെണ്ണ് കിട്ടി. കള്ളക്കിളവൻ. ഉമ്മാക്കും പെങ്ങന്മാർക്കും പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ എൻ്റെ കിനാക്കളെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് കമ്പനിക്കാർ വലിച്ചിടുന്ന തുണികളിൽ തുന്നി തുടങ്ങി. തുന്നിക്കൂട്ടുന്ന തുണികളുടെ എണ്ണം നോക്കിയായിരുന്നു പൈസ. ആ പൈസയിൽ മാത്രമേ പിന്നെ വാപ്പിയുടെ ശ്രദ്ധ മുഴുവൻ. വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ബാധ്യതകളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോ മറന്ന കിനാക്കളൊക്കെ വീണ്ടും തെളിഞ്ഞു വന്നു. അങ്ങനെ പഴയതും പുതിയതുമായ ഒരുപാട് ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തി മനസ്സിൽ ഞാൻ വീണ്ടും വരച്ചു തുടങ്ങി. ആ ഡിസൈനുകളൊക്കെ ഡ്രസ്സുകളാക്കി വാപ്പിക്ക് ദുനിയാവിൽ കാണിക്കണം. പടച്ചോനായിട്ട് നമ്മളെ കഴിവ് കാട്ടി തന്നിട്ട് അതിനു വേണ്ടി ഒന്നും ചെയ്യാതെ ജീവിച്ച മയ്യത്താവൻ വാപ്പിക്ക് വയ്യ മോളെ. ഇട ഈ നാട്ടിൽ നിന്ന് തന്നെ വേണം എല്ലാം തുടങ്ങാൻ. ഇപ്പോ ഈ പ്രായത്തിലും വാപ്പിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ധൈര്യവും ശക്തി എന്റെ മോളാ. ഞാൻ വാപ്പിയുടെ സന്തോഷമാണ് വാപ്പി, എന്റെ സന്തോഷം. അതിനപ്പുറം എനിക്ക് വേറെ ഒന്നുമില്ല.